ഈ കാഴ്ച നിൽക്കുന്ന കായ എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റേഷ്മയാണ്. നമുക്കിന്ന് സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അത്യാവശ്യം എല്ലാവർക്കും ഇത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി അങ്ങ് വലിച്ചു നീട്ടുന്നില്ല, പോകാം വീഡിയോയിലേക്ക്. അത്യാവശ്യം ഇടത്തരത്തിലുള്ളൊരു സ്റ്റാർ ഫ്രൂട്ട് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും നല്ല കഴുകി അത് വൃത്തിയായിട്ട് എടുക്കുക കേട്ടോ. നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്തെങ്കിലും കറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി കടിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോട്ടെ. അപ്പോൾ നല്ലപോലെ വട്ടത്തിൽ എന്നിട്ട് മുറിച്ചെടുക്കുക. കണ്ടില്ല, എൻ്റെ ഷേപ്പ് തന്നെ കണ്ടില്ലേ, സ്റ്റാർ ആകൃതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്താണെങ്കിലും നല്ല വൃത്തിയിൽ റൗണ്ടായിട്ട് ഇത് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അച്ചാറിടാൻ വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം വെളുത്തുള്ളി, അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും നല്ലപോലെ ആദ്യം ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കണം കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് ഞാനിപ്പോൾ അല്ല ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കടുകിൻ്റെ ഒപ്പം ഉലുവ ചേർക്കണേ ചേർക്കാം, അല്ല പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ വാടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആവശ്യത്തിലുള്ള ഉപ്പും കായവും ചേർത്ത് കൊടുക്കാം. കായോ ഞാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കായോ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി, നമുക്ക് എരിവൊക്കെ ആവശ്യത്തിന് എന്തോരം വേണം നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നല്ലപോലെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നേരം വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയും സിമ്പിളാണ്. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തേക്കുക. അവസാനം ഒന്ന് ആവി കയറി കഴിയുമ്പോൾ സ്റ്റാർ ഫ്രൂട്ട് റെഡി ആയി കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെയും ബായ്.